Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study class 9 unit 3 The Saga of the Tiffin Carriers Soul Dancers. Dears, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലുള്ള ദ സാഗ ഓഫ് ദി ടിഫിൻ കരിയേഴ്സ് എന്ന പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയർ എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ നോക്കുന്നത് വൈൽ വി റീഡ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുംബൈ മേക്ക് ദ ഡബ്ബാവാല എസെൻഷ്യൽ? മുംബൈയുടെ ഏത് വൈവിധ്യമായ സവിശേഷതയാണ് അവിടെ ഡബ്ബാവാലകളെ അനിവാര്യമാക്കി തീർത്തത്? അപ്പോൾ എന്താ നമ്മൾ ആൻസർ പറയാം? Mumbai's diverse population and the soaring land price, which make it impossible for an average person to live near their place of work, make the dabbawalas essential for delivering home-cooked meals to office workers. അപ്പോൾ മുംബൈയിലുള്ള ആ ഒരു വൈവിധ്യമാർന്ന ജനസംഖ്യാ വർധനവും ഉയർന്നു വരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഭൂമിയുടെ വിലയും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്ത് വീടെടുത്ത് താമസിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഡബ്ബാവാലകൾ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണങ്ങൾ അവരുടെ ഓഫീസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡബ്ബാവാലകൾ അനിവാര്യമായി തീർന്നു. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, വാട്ട് ആർ സം ഓഫ് ദ ചാലഞ്ചസ് ടു ദ ഡബ്ബാവാല സിസ്റ്റം? ഡബ്ബാവാല അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അല്ലേ ആ ഒരു സിസ്റ്റത്തിലുള്ള? അപ്പോൾ എന്തൊക്കെയാണോ? ഡബ്ബാവാല സസിൽ ഓൺ റോഡ് മുംബൈസ് ക്രൗഡഡ് ട്രെയിൻസ് റഷ് ഓഫ് അറ്റ് ടെർമിനസസ് and trod through crowded roads carrying heavy coffin-sized crates laden with lunch boxes which they have to deliver quickly and accurately. അപ്പോൾ ഡബ്ബാവാലകൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ആ തിരക്ക് പിടിച്ച ട്രെയിനുകളിൽ വളരെ ധൃതിയിൽ അവരുടെ ബോർഡിംഗ് പ്ലേസിലേക്ക് ഇറങ്ങുകയും അതുവഴി വളരെ വേഗത്തിൽ നടന്നിട്ട് എന്ത് ചെയ്യണം? അവർ ആ തിരക്കുള്ള റോഡിലേക്ക് കൂടി ആ ഒരു ഹെവി ട്രാഫിക്കിലൂടെ അവരുടെ ശവപ്പെട്ടി വലുപ്പമുള്ള ആ ഒരു ലഞ്ച് ബോക്സ് ക്യാരിയറും എടുത്ത് വളരെ കൃത്യമായിട്ട് അവരത് ഡെലിവറി ചെയ്യണം അല്ലേ? അപ്പോൾ അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. അത്രയും തിരക്ക് പിടിച്ച ഒരു നഗരമാണ് മുംബൈ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സീക്ക് ദ സർവീസ് ഓഫ് ഡബ്ബാവാല? അല്ല, ആ ഒരു ഡബ്ബാവാലയുടെ ഫസ്റ്റ് സർവീസ് നേടിയ ആ ഒരു പേഴ്സൺ. അപ്പോൾ നമ്മളത് ആ ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദ ഡബ്ബാവാല സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ 1890 വെൻ ആൻ ഓൾഡ് പാർസി ലേഡി ഇൻ ദാദർ sought help to deliver a tiffin carrier to her husband working in ബോംബെസ് കമേഴ്ഷ്യൽ സെൻറ്റർ. അപ്പോൾ ബോംബെയുടെ ഹൃദയഭാഗത്ത് വ്യാവസായിക സംരംഭക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാർസി ലേഡിയുടെ ഹസ്ബൻഡിന് ഫുഡ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം ആരംഭിച്ചത് അല്ലേ? ഓക്കെ, ആ ഒരു സ്ത്രീയുടെ അന്വേഷണത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു സിസ്റ്റത്തിലേക്ക് ആ ഒരു ബോംബെയിലുള്ള ആൾക്കാരുടെ ആ ഒരു ശ്രദ്ധ തിരിഞ്ഞത്. അതിന് ഡി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഞ്ച് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം ഇൻ മുംബൈ നൗ? അല്ല, ഇന്ന് ഡബ്ബാവാല സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിൻ്റെ റേഞ്ച് മുംബൈയിൽ എത്രമാത്രമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫ്രം ഹംബിൾ ബിഗിനിങ്സ് ദ ഡബ്ബാവാല ഹാവ് ഗ്രോൺ ഇൻ ടു എ ഹ്യൂജ് നെറ്റ്വർക്ക് വിത്ത് തൗസൻഡ്സ് ഓഫ് മെമ്പേഴ്സ് സെർവിങ് കസ്റ്റമേഴ്സ് അക്രോസ് ദ കമേഴ്ഷ്യൽ ഹാർട്ട് ഓഫ് മുംബൈ. അപ്പോൾ മുംബൈയുടെ ഹൃദയഭാഗത്ത് തൗസൻഡ്സ് ഓഫ് മെമ്പേഴ്സ് അല്ലേ, 10,000കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യുന്ന വളരെ വലിയൊരു നെറ്റ്വർക്ക് ശൃംഖലയായി മാറിയിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം. വളരെ ലളിതമായ ഒരു തുടക്കത്തിൽ നിന്ന് ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്? അത്രയും വലിയൊരു നെറ്റ്വർക്ക് ശൃംഖലയായിട്ട് ഈ ഡബ്ബാവാല സിസ്റ്റം മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ according to you did the Dabbawala earn recognition and admiration from International Business School?
അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഡബ്ബാവാലാസിനെ ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അത്തരം ആൾക്കാരുടെ ആ ഒരു അംഗീകാരവും ആ ഒരു ആദരവൊക്കെ ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ ആൻസർ പറയാം? The incredible efficiency of the Dabbawalas has gained the recognition from International Business School. അവരുടെ എന്താ പറയുക, വിശ്വാസയോഗ്യവും കാര്യക്ഷമവുമായ ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇൻ്റർനാഷണൽ സ്കൂൾ ബിസിനസ് ലെവലിലെ ആൾക്കാരിൽ നിന്നും ഇവർക്ക് ഈ ഒരു അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചത്. Their remarkable precision and reliability in delivering hot home cooked meals to office workers in Mumbai is truly admirable. അല്ലേ? അവർ ചെയ്യുന്ന എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വീട്ടിലുള്ള നമ്മുടെ ചൂടേറിയ ആ ഒരു ഭക്ഷണം വളരെ കൃത്യമായി തന്നെ അവരവരുടെ ഓഫീസുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു ആദരവ് നേടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡു ദ ഡബ്ബാവാലാസ് സപ്പോർട്ട് ഫാസ്റ്റ് ഫുഡ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഡബ്ബാവാലാസ് ഫാസ്റ്റ് ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലേ? നമ്മുടെ ആൻസർ നമ്മൾ എന്ത് ചെയ്യാം? അതിനോട് പറയാം. അപ്പോൾ നോ, അവരെന്ത് ചെയ്യുന്നില്ല? ഫാസ്റ്റ് ഫുഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ദ ഡബ്ബാവാലാസ് ഓഫ് മുംബൈ ആർ നോൺ ഫോർ ദർ എഫിഷ്യൻറ്റ് and reliable lunch box delivery system whereby they collect freshly cooked meals from homes and deliver them to the office workers. അപ്പോൾ നമ്മുടെ ഈ ഡബ്ബാവാലാസ് എന്താണ് ചെയ്യുന്നത്? അവർ വളരെ കാര്യക്ഷമമായിട്ടും വളരെ വിശ്വസനീയമായിട്ടും അവരവരുടെ ഈ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യതയോടു കൂടി ഇവരുടെ ഓഫീസിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല? ഈ ഫാസ്റ്റ് ഫുഡിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ ഹൗ ഡു ദ ഡബ്ബാവാലാസ് എൻഷുർ ദ പങ്ക്ച്വാലിറ്റി ഓഫ് ദ കസ്റ്റമർ? അല്ലേ? ആ ഒരു കസ്റ്റമറിൽ നിന്നും ആ ഒരു പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ എങ്ങനെയാണ് ഇവർ ഉറപ്പ് വരുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക? ദ ഡബ്ബാവാലാസ് എൻഷുർ ദ പങ്ക്ച്വാലിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് എ ക്ലിയർ പിക്കപ്പ് ആൻഡ് കളക്ഷൻ ടൈം. വളരെ കൃത്യമായിട്ട് അവർക്ക് സാധനങ്ങൾ പിക്ക് ചെയ്യുന്നതിന് കൃത്യമായൊരു ടൈമിംഗ് ഉണ്ട്, അല്ലേ? ദേ ഇംപ്ലിമെൻറ്റ് കോൺസിക്വൻസ് ഫോർ ഡിലേസ്, ഓഫറിംഗ് ഓൺലി വൺ അഡീഷണൽ ചാൻസ് ബിഫോർ റിമൂവിങ് എ കസ്റ്റമർ ഫ്രം ദർ ലിസ്റ്റ്. അപ്പോൾ ഏതെങ്കിലും കസ്റ്റമർ ഏതെങ്കിലും ഒരു ദിവസം ഡിലേ ആണെങ്കിൽ അവർക്ക് ഒരു ചാൻസും കൂടെ നൽകും, അല്ലേ? അതിനുശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ. നെക്സ്റ്റ്, how are the alphanumerical markings on the tiffin carrier's significance? അപ്പോൾ ആ ടിഫിൻ കാരിയറിൽ രേഖപ്പെടുത്തുന്ന ആൽഫാന്യൂമറിക്കൽ മാർക്കിംഗ് എന്താണ് വെളിവാക്കുന്നത്, അല്ലേ? അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? The alphanumerical markings on the tiffin carriers are of great significance as they play a crucial role in ensuring the accuracy of sorting and delivery. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സിൽ കാണുന്ന ആൽഫാന്യൂമറിക്കൽ മാർക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ സോർട്ടിങ്ങിലും കൃത്യമായിട്ട് സാധനങ്ങളിൽ എത്തിക്കുന്നതിലും വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലേ? അത് നോക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ദീസ് മാർക്കിംഗ് ഇൻഡിക്കേറ്റ് വാരിയസ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റ്, ചേഞ്ചിങ് പോയിൻറ്റ്സ്, ഡെലിവറി പോയിൻറ്റ്സ് ആൻഡ് ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്. ആ മാർക്കിങ്ങിലാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇരിക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ്? ഏത് ലൊക്കേഷനിലാണ് അവരുടെ ഫ്ലാറ്റ് എന്നും അവരുടെ ചേഞ്ചിങ് പോയിൻ്റ്, ആ ഒരു ലഞ്ച് ബോക്സ് ചേഞ്ച് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണെന്നും ഡെലിവറി ചെയ്യേണ്ടത് എവിടെയാണെന്നും ഏത് ഡബ്ബാവാലയാണത് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ആൽഫാ ന്യൂമറിക്കൽ നോക്കിയിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ഡബ്ബാവാലാസ് അണ്ടർഗോ റിഗറസ് ട്രെയിനിങ് ബിഫോർ ദേ ജോയിൻ ദ സിസ്റ്റം. Do you think such training is essential to ensure the efficiency of any system? അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഡബ്ബാവാലാസ് വളരെ ശക്തമായ ഒരു ട്രെയിനിങ് നേടിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലുള്ളൊരു ട്രെയിനിങ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് കാര്യക്ഷമമാക്കണമെങ്കിൽ ഇത്തരം ഒരു ട്രെയിനിങ് അനിവാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ്, ഇത്തരം ഒരു ട്രെയിനിങ് എന്തായാലും അനിവാര്യമാണ്. റിഗറസ് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിങ് ദ എഫിഷ്യൻസി ഓഫ് any system as it helps individuals understand the process, standard and expectation which enable them to perform their roles effectively. അപ്പം നമുക്കും എന്താ പറയാനുള്ളത്? ഇതുപോലുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
നമുക്കും അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡും അതിൽ നിന്ന് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിലും അത് കാര്യക്ഷമമായി പ്രവൃത്തിയിലെത്തിക്കണമെങ്കിലും ഇത്തരം ട്രെയിനിങ് അനിവാര്യമാണ് അല്ലേ. ത്രൂ ട്രെയിനിങ് ഇൻഡിവിജ്വൽസ് acquire the necessary skills, knowledge and discipline required to constantly meet the system's demand, contributing to overall effectiveness and success. അപ്പോൾ ഏതൊരു പദ്ധതിയുടെയും വിജയത്തിന് ഇത്തരം ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ആവശ്യമുള്ള ആ ഒരു പ്രവൃത്തിക്ക് ആവശ്യമുള്ള സ്കില്ലും നോളജും അതുപോലെ ഡിസിപ്ലിനും വളരെ കൃത്യതയോടുകൂടിയുള്ള ആ ഒരു പെരുമാറ്റ രീതികളും കാര്യങ്ങൾ എത്തിക്കുന്നതും ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതുപോലുള്ള ട്രെയിനിങ് അത്യാവശ്യമാണ്. അത് ഈ ഒരു കാര്യത്തിലല്ല, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു റിഗ്രസ് ട്രെയിനിങ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും വിജയത്തിലെത്തുകയും ചെയ്യുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് E.L. പൗലോ ആൻഡ് വാട്ട് വാസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ ഡബ്ബാവാല? അപ്പോൾ E.L. പൗലോ ആരാണെന്നും അയാളുടെ ആ ഒരു ഡബ്ബാവാലകളുടെ ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവം അല്ലേ, ഡബ്ബാവാലകളെ ആ ഒരു സേവനത്തിലുള്ള അയാളുടെ അനുഭവം എന്താണെന്നുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? E.L. പൗലോ വാസ് ദ ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ അവിടെയുള്ള ആ ഒരു ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിനുള്ള സെക്രട്ടറിയും ഡയറക്ടറൊക്കെയാണ് ആര്? E.L. പൗലോ. He had been dealing with the Dabbawalas for 10 years and shared his positive experience with them. അപ്പം നമ്മുടെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് 10 വർഷമായിട്ട് ഈ ഡബ്ബാവാലാസിൻ്റെ സേവനം പറ്റുന്ന ഈ ഒരു E.L. പൗലോ അല്ലേ, വളരെ പോസിറ്റീവായ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുള്ളത്. According to Paulo, the Dabbawalas provided a reliable service, never missing a pickup in all the 10 years he had been using the service. അപ്പോൾ E.L. പൗലോ പറയുന്നത് ഡബ്ബാവാലകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് വളരെ വിശ്വാസയോഗ്യമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഇവരുടെ ഭക്ഷണം മിസ്സാവുകയോ അവരുടെ ആ ഒരു സർവീസിൽ എന്തെങ്കിലും ഒരു ദോഷം വരികയോ ചെയ്തിട്ടില്ല. ഹിസ് എൻഡോഴ്സ്മെൻറ്റ് ഹൈലൈറ്റ്സ് ദ ഡിപ്പെൻഡബിലിറ്റി ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം അല്ല. അപ്പോൾ ഈ ഒരു അവരുടെ ഈ ഒരു അംഗീകാരം, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡയറക്ടറും സെക്രട്ടറിയും ആയ നമ്മുടെ ഈ ഒരു E.L. പൗലോൻ്റെ ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം എത്രമാത്രം ജനങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, എത്രമാത്രം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈവൺ വെൻ ഡീലിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് ഹു ആർ അക്കസ്റ്റംഡ് ഇൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. കാരണം ഇതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർ പോലും ഇവരുടെ ഈ സേവനം പറ്റുന്നത് ഇവരുടെ ഈ കൃത്യതയാർന്ന വിശ്വാസമാർന്ന പ്രവർത്തനത്താലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഡിഡ് ദ ഡബ്ബാവാലാസ് റിസീവ് ഫ്രം പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിലെ പ്രിൻസ് ചാൾസിൻ്റെ നിന്നും എന്ത് റെക്കഗ്നേഷനാണ് അല്ലെങ്കിൽ എന്ത് അംഗീകാരമാണ് ഈ ഒരു ഡബ്ബാവാലാസ് റിസീവ് ചെയ്തത്? ആൻഡ് വാട്ട് മൈറ്റ് ഹാവ് ഇംപ്രസ്ഡ് ഹിം അബൌട്ട് ദർ സിസ്റ്റം? കൂടാതെ ചാൾസ് രാജകുമാരനെ ഇവരുടെ എന്ത് കാര്യമായിരിക്കും ഇംപ്രസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ആൻസർ പറയാം? Prince Charles of England recognized and admired the Dabbawalas for their incredible efficiency. അവരുടെ ഈ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ആ ഒരു അതായത് അവിശ്വസനീയമായ വിധത്തിലുള്ള ഈ ഒരു കാര്യക്ഷമതയാണ് ചാൾസിനെ എന്ത് ചെയ്തത്? ഇംപ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതാണ് ഇങ്ങനെയൊരു റെക്കഗ്നേഷൻ ചാൾസ് രാജകുമാരിൽ നിന്നും ഇവർക്ക് കിട്ടാൻ ഇടയാക്കിയത്. ഹിസ് എപ്രീസിയേഷൻ ലൈക്ലി സ്റ്റംസ് ഫ്രം ദർ ഫ്ലോലെസ് സിസ്റ്റം ഓഫ് ഡെലിവറിങ് ലഞ്ചസ് വിത്ത് പ്രെസിഷൻ ആൻഡ് റിലയബിലിറ്റി. വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഇവരുടെ ആ ഒരു ഡെലിവറി സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫ്ലോലെസ് സിസ്റ്റം അല്ലെ, ആ ഒരു ഒഴുക്കാണ് ഇവിടെ നമ്മുടെ ചാൾസ് രാജകുമാരൻ്റെ പ്രശസ്തി പിടിച്ചു പറ്റാൻ കാരണമാക്കിയത്. ഡെസ്പൈറ്റ് ദ ചാലഞ്ചസ് ഓഫ് മുംബൈ ബസ്ലിംഗ് എൻവയോൺമെൻറ്റ്. കാരണം മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്ലേ, മുംബൈ എന്ന് പറഞ്ഞാൽ അത്രയേറെ തിരക്ക് പിടിച്ചൊരു പട്ടണമാണ്. ആ ഒരു പട്ടണത്തിൽ വളരെ കൃത്യമായും കാര്യക്ഷമമായിട്ടും വിശ്വാസപരമായിട്ടും വിശ്വാസയോഗ്യമായിട്ടും അത്ര നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ ഡബ്ബാവാലാസിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അംഗീകാരം ചാൾസ് രാജകുമാരിൽ നിന്നും അവരെ തേടി എത്തിയത്. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള നെക്സ്റ്റ് ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ ആർട്ടിക്കിൾ ഓൺ ദ ഡബ്ബാവാലാസ് ഇല്ലുസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ്
discipline and organizational skill. What lesson can we draw from the system? അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ ഡബ്ബാവാലയുടെ ആ ഒരു ഇതില്ലേ, ഡബ്ബാവാലാസിൻ്റെ ആ ഒരു എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഡിസിപ്ലിനും ഓർഗനൈസേഷണൽ സ്കില്ലിലുള്ള എന്ത് പ്രാധാന്യമാണ് വിവരിക്കുന്നത്. വാട്ട് ലെസൺസ് ക്യാൻ വി ഡ്രോ ഫ്രം ദി സിസ്റ്റം, എന്ത് പാഠമാണ് നമുക്ക് ഇവരുടെ ഈ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? The article on Dabbawalas underlined the importance of discipline and organizational skills in maintaining the efficiency and reliability of their lunchbox delivery system. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു വളരെ പ്രാധാന്യം, അവരുടെ ആ ഒരു ഡിസിപ്ലിനിലും ഓർഗനൈസേഷൻ സ്കില്ലിലെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് അവർ ആ ഒരു ലഞ്ച് ബോക്സ് ഡെലിവറി സിസ്റ്റത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു കാര്യക്ഷമവും വിശ്വാസയോഗ്യവുമായ കാര്യത്തിലാണ് നമുക്ക് ഈ ഒരു ഡിസിപ്ലിനും ഓർഗനൈസേഷണൽ സ്കില്ലൊക്കെ അതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. Then, through rigorous training, strict adherence to rules and meticulous planning, the Dabbawalas ensure that every lunch box is delivered accurately despite the complexity of Mumbai's urban environment. അപ്പോൾ അവരുടെ ആ ഒരു റിഗറസ് ട്രെയിനിങ്ങിലൂടെയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ റൂള് പാലിക്കുന്നതിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയൊക്കെ ഈ ഒരു ഡബ്ബാവാലാസ് നമുക്ക് ഉറപ്പ് വരുന്നത് എന്താണ്? വളരെ കാര്യക്ഷമമായിട്ട് ഈ ഒരു മുംബൈ പോലുള്ള തിരക്ക് പിടിച്ച നഗരത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ആ ഒരു സേവനം, ആ ഒരു പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഒരു കൃത്യമായ ഈ ഒരു പ്ലാനിങ്ങിലൂടെ ചിട്ടയാർന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ദെൻ വാല്യൂസ്, ലെസൺസ് ഇൻ ഓപ്പറേഷണൽ എക്സലൻസ് ആൻഡ് കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ഡബ്ബാവാല സിസ്റ്റം. നമുക്ക് വളരെ വിലപിടിച്ചിട്ടുള്ള ഒരു ലെസൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഓപ്പറേഷണൽ എക്സലൻസ്, ഈ ഒരു പ്രവൃത്തി നടത്തുന്നതിൻ്റെ ആ ഒരു എക്സലൻസും പിന്നെ ആ ഒരു കസ്റ്റമറോട് അവർ കാണിക്കുന്ന ആ ഒരു വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് അല്ലേ. നെക്സ്റ്റ്, what is the process involved in the flawless system of the Dabbawalas from picking up the food to finally returning the empty lunch boxes? അപ്പോൾ ആ ഒരു ഭക്ഷണം എടുക്കുന്നത് മുതൽ ഫൈനലായിട്ട് ആ ലഞ്ച് ബോക്സ്, കാലി ലഞ്ച് ബോക്സ് വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള അവരുടെ ചിട്ടയാർന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ തുടങ്ങാം? The Dabbawala system involves collecting homemade meals from customers' home as early as 8 AM അല്ലേ. 8 മണിക്ക് മുമ്പായിട്ട് തന്നെ അവരെന്ത് 8 മണിയാകുമ്പോഴേക്കും അവർ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങും. സോർട്ടിങ് ദം ഇൻ ടു ടിഫിൻ കാരിയേഴ്സ് മാർക്ക്ഡ് വിത്ത് ആൽഫ ന്യൂമറിക്കൽ കോഡ്സ്. അപ്പോൾ അത് ടിഫിൻ കാരിയറിലേക്ക് മാറ്റി അതിലേക്ക് എന്ത് ചെയ്യും? ആൽഫ ന്യൂമറിക്കൽ മാർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് ഇട്ടുവെക്കും. ദ കോഡ്സ് ഇൻഡിക്കേറ്റ് ലൊക്കേഷൻസ്, ചേഞ്ചിങ് പോയിൻറ്റ് ആൻഡ് ഡെലിവറി ഡീറ്റെയിൽസ്. അപ്പോൾ ആ കോഡിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദ ടിഫിൻ ബോക്സസ് ആർ ഡെലിവേർഡ് ടു ഓഫീസ് ബൈ 1 PM. 1 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ആ ഒരു ലഞ്ച് ബോക്സ് അതാത് ആൾക്കാരുടെ ഓഫീസുകളിലേക്ക് എത്തിയിരിക്കും. ആഫ്റ്റർ ലഞ്ച് ദ എംപ്റ്റി ടിഫിൻ ബോക്സസ് ആർ കളക്റ്റഡ് ഫ്രം ഓഫീസസ് ബൈ 2 PM and returned to customers' homes by 5:30 PM, thus ensuring efficient meal delivery throughout the Mumbai. എന്നിട്ട് 2 മണിയാകുമ്പോഴേക്കും അവരുടെ ഓഫീസുകളിൽ നിന്നും ലഞ്ച് ബോക്സ് കളക്ട് ചെയ്ത് ആ കാലി ലഞ്ച് ബോക്സ് 5:30 ആകുമ്പോഴേക്കും അവരവരുടെ വീടുകളിലെത്തിക്കുന്ന കൃത്യമാർന്ന ഒരു പ്രവർത്തനമാണ് ഡബ്ബാവാലാസ് കാഴ്ചവെക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡബ്ബാവാല ഇൻ മുംബൈ ആൻഡ് നോട്ട് ഡൗൺ ദ പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ഡബ്ബാവാലാസിൻ്റെ ആ ഒരു പ്രാധാന്യം, പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 പോയിൻ്റ് വെച്ചിട്ടാണ് ഈ ഒരു ആൻസർ തരുന്നത്. വൈറ്റൽ മീൽ ഡെലിവറി സർവീസ്. The Dabbawalas are essential for Mumbai's office goers as they provide a dependable system for delivering homemade meals to office across the city. ഒരുപാട് പ്രാവശ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ വീണ്ടും അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. Thus the office workers have access to nutritious homemade food enduring their busy work days. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൾച്ചറൽ എംബ്ലം ഓഫ് മുംബൈ. The Dabbawalas serve individuals from various backgrounds and communities. Their discipline and collaborative approach reflect the city's spirit of cooperation and
ഇൻക്ലൂസിവിറ്റി അല്ലെ, പല ഭാഗത്തു നിന്നുമാണ് ആ ഒരു മുംബൈയുടെ പല പ്രദേശങ്ങളിൽ നിന്നാണ് ഇവർ ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവരുടെ ആ ഒരു ഡിസിപ്ലിനും വളരെ സഹകരിച്ചുള്ള ആ ഒരു പ്രവർത്തന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഗ്ലോബൽ റെക്കഗ്നേഷൻ ഫോർ എഫിഷ്യൻസി, അവരുടെ ആ ഒരു കാര്യക്ഷമതക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കാര്യങ്ങൾ. അപ്പൊ ദ ഡബ്ബാവാലാസ് precision and efficiency have gained international acclaim and the system has been studied and praised by institution worldwide. അവരുടെ സിസ്റ്റത്തെ കുറിച്ച് രാജ്യം വ്യാപകമായിട്ട് പഠിക്കുകയും അതെന്തായിട്ടുണ്ട്, ആ ഒരു ലളിതമായ തുടക്കം ഒരു ഇന്റർനാഷണൽ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. Their ability to navigate Mumbai's bustling streets and deliver meals with unparalleled accuracy highlights the city's innovative and entrepreneurial spirit. അപ്പൊ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ആൻസറും കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് explain how the Dabbawala's unique service has stood the test of time to meet the needs of the city diverse population. Support your points with evidence from the passage. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാ, ഡബ്ബാവാലാസിന്റെ ആ ഒരു വൈവിധ്യമാർന്ന സേവനം അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹാസ് stood the test of time to meet the needs of city. ആ ഒരു സിറ്റിയുടെ വളർന്നു വരുന്ന ആ ഒരു സിറ്റിയുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഈ ഒരു ഡബ്ബാവാലാസ് സിസ്റ്റത്തിന്റെ ആ ഒരു വളർച്ച അല്ലെ, അത് നമ്മുടെ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വളരെ വ്യക്തമാക്കുക എന്നാണ് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് അവരുടെ ആ ഒരു സർവീസ്. അപ്പൊ ദ ഡബ്ബാവാല സിസ്റ്റം ഹാസ് withstood the test of time by efficient caring to the needs of Mumbai diverse population. ഒരു ആവശ്യമുള്ള സമയത്ത് തന്നെയാണ് അല്ലെ, വളർന്നു വരുന്ന ആ ഒരു വൈവിധ്യമാർന്ന ആ ഒരു ജനസംഖ്യാ വർധനവില് വളരെ ആവശ്യമുള്ള സമയത്ത് കിട്ടിയ കാര്യക്ഷമമായ ഒരു പ്രവർത്തന മേഖല തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം. The Dabbawala's ability to accommodate Mumbai's diverse population is highlighted in the passage in the statement. Each one of them has its own dietary foibles and taboos. അതായത് ഈ ഒരു വരികളിൽ നിന്ന് വ്യക്തമാണെന്നാണ് പറയുന്നത്. കാരണം ഓരോ ഇൻഡിവിജ്വൽസിനും അവരവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൺട്രോളുകളും ഒക്കെ ഉണ്ട് ഭക്ഷണ കാര്യത്തിൽ അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ഫുഡിനെയും ഹോട്ടലിനെയും ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം ആയിരിക്കില്ല കിട്ടുക. അത് കിട്ടണമെങ്കിൽ നമുക്ക് എവിടുന്നേ കിട്ടുള്ളൂ, നമ്മുടെ വീട്ടിൽ നിന്നേ കിട്ടുള്ളൂ. Their unwavering commitment to customer satisfaction demonstrates the system enduring relevance and reliability. Furthermore, their continued operation and growth with a reported base of 2 lakh customers illustrate how their system has successfully adapted to the city's evolving demographic over time. അതായത് അവരിപ്പോഴും 2 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു സർവീസ് അല്ലെ അതിനെ ആശ്രയിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഇതിന്റെ ആ ഒരു കാര്യക്ഷമതയെ എടുത്തു പറയേണ്ടതും അതിന്റെ ആ ഒരു പ്രാധാന്യം എടുത്ത് കാണിക്കുന്നതും തന്നെയാണ് അല്ലെ. ഇതിനെ കുറിച്ചൊന്നും ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇനി ഈ ഒരു ഭാഗത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു ദ ഡബ്ബാവാലാസ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണലിസം. ആ ഒരു ഡിസിപ്ലിനും പ്രൊഫഷണലിസം ഒക്കെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ ഡബ്ബാവാല സിസ്റ്റം മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണലിസം among its members through a well-defined set of rules and regulations. Members are put through rigorous training to ensure their interact courteously with the customers and maintain professionalism. അവർ ആ ഒരു മാന്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റവും ആ ഒരു പ്രൊഫഷണലിസം ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു എന്താ പറയാ ഡിസിപ്ലിൻ കാണിക്കുന്നത്. ഇതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ കുറെ തവണ പറഞ്ഞതല്ലേ അല്ലെ. ജസ്റ്റ് ഞാൻ ആൻസർ വായിക്കാം. They are also required to wear distinguishing white cap, and if they forget to do so, they may be fined or removed from the association for repeated offence. This tightly controlled and disciplined approach ensures the quality and reliability of the service. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെസൺ എടുക്കുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. അവരുടെ ഈ ഒരു വൈറ്റ് ക്യാപ്പ് അവർ വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്കൊരു എന്ത് കിട്ടും, ഫൈന് കിട്ടും. വീണ്ടും അവര് അവരെ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അവരെ ആ ഒരു അസോസിയേഷനിൽ തന്നെ റിമൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെയാണ് അവരുടെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരുടെ പ്രൊഫഷണലിസത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ എടുത്തു പറയുന്നത്. കാരണം ഒരുപാടധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. ഓൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ലെസനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നമ്മൾ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവുക എന്നല്ലാതെ വല്ലാതെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇനി ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട് വൈകാതെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.